നാട്ടിൽ പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് അതിന് ശേഷം ബാംഗ്ലൂർ വഴി ഗോവ പോയിട്ട് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിൽ പോയിട്ട് നേപ്പാളിൽ പോയിട്ട് ഒരു പെണ്ണിനെ കെട്ടി വീട്ടിൽ കയറുന്നൊക്കെയായിരുന്നു പ്ലാന്. പിന്നെ അതിനായിട്ട് കുറച്ച് ഫണ്ട് സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ ട്രിപ്പ് പോകുന്നതിന് മുന്നേ നാട്ടിൽ തന്നെ കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അജിത്തിൻ്റെ ഒരു പടത്തിനാണ് ആദ്യം പോയത്. അതാണെങ്കിൽ വല്ലാത്തൊരു മൂഞ്ചിയൊരു പടമായി പോയി. പിന്നെ പൊന്മാന് പോയി, അതും കുഴപ്പമില്ല. പിന്നെ പെപ്പയുടെ ഒരു പടത്തിന് പോയി, അതും വലിയ കുഴപ്പം അല്ല. പെപ്പയുടെ പടം ഉസാറായിരുന്നു, കിടുക്കാച്ചി പടം. പിന്നെ കോയമ്പത്തൂർ പോയിട്ട് പെങ്ങളുടെ കുട്ടിയോട് കുറച്ച് സൊറ പറഞ്ഞിരുന്നു. വാലന്റൈൻസ് ഡേ എന്നാണ് പോയത്. അപ്പോൾ ചെക്കനും സിംഗിളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ ഒരു മാളിൽ പോയി, കോയമ്പത്തൂരുള്ളൊരു മാളിൽ പോയിട്ട് അവിടെ നമ്മുടെ ബോക്സിങ്ങിൽ പോലെ ഇടിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ഇടിച്ചിട്ട് നമ്മുടെ പവർ നോക്കിയപ്പോൾ ഉണ്ട് ആകെ 420 സംതിങ് ആയുള്ളൂ. പിന്നെ അമ്മ വോളിബോൾ ഇട്ട്, മച്ചാനും വോളിബോൾ ഇട്ട്, ഞാനും വോളിബോൾ ഇടാനൊന്നും നിന്നില്ല. പിന്നെ ട്രിപ്പ് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സെഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദ സെക്രട്ടറിയിൽ ചെക്കന്മാരെ കുറച്ച് സാഡായിരുന്നു. ഞാൻ പിന്നെ തീവണ്ടിയിൽ കുറച്ച് കയറിയിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി. വലിയ സുഖമൊന്നും ഉണ്ടായില്ല. പിന്നെ മൊത്തത്തിൽ ലാസ്റ്റ് ട്രിപ്പൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താ വെച്ചാൽ കയ്യിൽ പൈസ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബൈക്കിൽ ചെക്കന്മാരപ്പോൾ അവിടെ ഇവിടെയൊക്കെ നാട്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന്. പിന്നെ ഫുള്ള് റൈഡും കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു, ഫുള്ള് ബൈക്കിൽ തന്നെ ആയിരുന്നു റൈഡും കാര്യങ്ങളൊക്കെ. വലിയ ട്രിപ്പൊക്കെ മനസ്സിൽ നിന്ന് എങ്ങനെയൊക്കെ പോയി. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ട്രിപ്പ് പോകാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ബഡ്ജറ്റ് പറയുക വെച്ചാൽ ലാസ്റ്റ് ഈ ചില്ലറ പൈസകളായി. ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ബാംഗ്ലൂരും പോകാൻ പറ്റില്ല, അപ്പുറത്തുള്ള ടൗണിലേക്ക് വരെ പോകാൻ പറ്റില്ല.